Hello aspirants, welcome to Vishum Academy. Internal security in the video ആണ് നമ്മൾ സോഫ നോക്കിക്കൊണ്ടിരുന്നത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആൻഡ് ക്ലാസ്സസ്. ഇന്ന് ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് നക്സലിസം ഓർ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഓർ മാവോയിസം. ആ ടോപ്പിക്കാണ് ടുഡേയ്സ് ടോപ്പിക്. മൂന്നെണ്ണം ഉണ്ട്: ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. ഓരോ സ്റ്റേറ്റിലും ക്യാപിറ്റലിസ്റ്റ് ആണോ, സോഷ്യലിസ്റ്റ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളത് ഫസ്റ്റ് അതാണ് നമ്മൾ നോക്കുന്നത്. ബേസിക് അതാണ്. ക്യാപിറ്റലിസ്റ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ലൈസസ് ഫെയർ സ്റ്റേറ്റ് USA. ലൈസസ് ഫെയർ മീൻസ് അതൊരു ഫ്രഞ്ച് ടേം ആണ്. ലീവ് അലോൺ എന്നാണ് അതിൻ്റെ മീനിങ്. ലെറ്റ് യു ഡു, ലിറ്ററലി ഇറ്റ് മീൻസ് ലെറ്റ് യു ഡു. That's what USA is following. Socialist is obviously we all know that India. Communist is consumption based on our need and contribution based on the ability. നമ്മുടെ നീഡിനനുസരിച്ച് കൺസംഷൻ ചെയ്യുക, കോൺട്രിബ്യൂഷൻ എബിലിറ്റി അനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ലൈസസ് ഫെയർ സ്റ്റേറ്റിലെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ക്യാപിറ്റലിസം ഇസ് എ പ്രിൻസിപ്പിൾ. ഇറ്റ്സ് ലാർജ്ലി ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതാണ് ക്യാപിറ്റലിസം എന്ന പ്രിൻസിപ്പിൾ മെയിനായിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ബേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഫോർ ലൈസസ് ഫെയർ സ്റ്റേറ്റ്. ദറ്റ് ഈസ് ആസ് ഐ സെഡ്, ലെറ്റ്സ് ഡു, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് പാസ്. പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് അനുസരിച്ചായിരിക്കും എന്താണോ ആവശ്യം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടക്കുക. ദാറ്റ് ഈസ് ലൈസസ് ഫെയർ സ്റ്റേറ്റ്. Next is socialist. It is a regulated economy largely focused on the welfare of the people. Socialist എന്ന് പറയുന്നത് basically focusing mainly to the welfare of the people, and also it is a regulated economy. Communist. It is a principle in which the needs of production and distribution is owned by the government. Example, China, Cuba. അതായത് പ്രൊഡക്ഷൻ്റെ നീഡും ഡിസ്ട്രിബ്യൂഷനും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അവിടെ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ഇത് കുറവാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ്. ആൻഡ് നെക്സലിസത്തിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സലിസം പറയുന്നതിന് മുന്നേ നമ്മൾ അതാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എന്താണ്, സോഷ്യലിസ്റ്റ് എന്താണ്, കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. ബിക്കോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. മാവോ സെങ് കുറിച്ച് തുടങ്ങാം. അതിൻ്റെ പീരിയഡ് 1946 to 1976 ആണ്. ഇറ്റ്സ് സെഡ് പവർ റൺസ് ടു ദ ബേസിൽ ഓഫ് ഗൺസ്. മാവോ സേ തങ് എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് മാവോ ആണ്. അവർ പറഞ്ഞത് പവർ റൺസ് ടു ദ ബാരൽ ഓഫ് ഗൺസ് എന്നാണ് അവർ പറഞ്ഞത്. അതൊരു ഫ്രേസാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ലീഡറായ മാവോ സെഡങ് യൂസ് ചെയ്തൊരു ഫ്രേസ് ആയിരുന്നു അത്. ഡ്യൂറിങ് ആൻ എമർജൻസി മീറ്റിംഗ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അത് 1927 August 7 അപ്പോഴായിരുന്നു അത് പറഞ്ഞത്. ആ ടൈമിലായിരുന്നു ചൈനീസ് സിവിൽ വാറിൻ്റെ ബിഗിനിങ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഫ്രേസാണ് പവർ റൺസ് ടു ദ ബാരൽ ഓഫ് ഗൺസ്. 1950 KMT, കുവോമിൻടാങ്, ഇപ്പോഴത്തെ തവാങ്ങിലുള്ള റീജിയനാണ് കുവോമിൻതാങ്. അത് ചൈന ഓക്യുപ്പൈഡ് ടിബറ്റ് ആണ്. 1950 ചൈന ഓക്യുപ്പൈഡ് ടിബറ്റ് ആയിരുന്നു. തൈവാനിലുള്ള ഒരു നാഷണലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ചൈനീസ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് കുവോമിൻതാങ് എന്ന് പറയുന്നത്. ഹെഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, ഹി ഇൻസ്പയർഡ് the Indians to raise their arms to fight against the existing democratic order to establish a communist society in India. അപ്പം മാവോ സെഡങ് അവരാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ഹെഡ്. അവർ ഇന്ത്യൻസിനെ ഇൻസ്പയർ ചെയ്തു ഫൈറ്റ് എഗെയിൻസ്റ്റ് അപ്പത്തെ ഉള്ള എക്സിസ്റ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ഓർഡറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു ആൻഡ് ആംസ് റേസ് ചെയ്യാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇൻസ്പയർ ചെയ്തത്. നെക്സ്റ്റ് 1967 ചാരു മജുംദാർ, അവരൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഫ്രം ഇന്ത്യയാണ്. ആൻഡ് കാനു സന്യാൽ, അവർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഓൾസോ വൺ ഓഫ് ദ മെയിൻ ലീഡേഴ്സ് ഓഫ് നക്സൽബാരി അപ്രൈസിംഗ്. ജംഗൽ സാന്താൽ,
അവർ ഹദ്ഗിഷ വില്ലേജ്, അതായത് ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലുള്ള ഹദ്ഗിഷ വില്ലേജ്, ഡാർജിലിംഗ് ഈസ് ഇൻ നോർത്ത് വെസ്റ്റ് ബംഗാൾ. അവർ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് നെക്സലൈറ്റ് മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഹെഡ് ഓഫ് സിൽഗുരി കിസാൻ സഭ, ഇവിടെ നിന്നാണ് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1967 ഫ്രം ദീസ് 3 പേഴ്സൺസ്. ആൻഡ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന നെയിം ഒറിജിനേറ്റഡ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് റീസൺസ് ഫോർ സീരിയസ്. 1967 ദ മൂവ്മെൻറ്റ് ഓഫ് നെക്സലിസം വാസ് കൺസേൺ വിത്ത് ഓൺലി വൺ വില്ലേജ്, ഒരു വില്ലേജിൽ ഉണ്ടായിരുന്നു. ബട്ട് നൗ അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ റിപ്പോർട്ട്സ് നക്സലിസം സ്പ്രെഡ് ടു അറൌണ്ട് 40% ഓഫ് ജോഗ്രഫിക്കൽ ഏരിയാസ്. അതിനാണ് റെഡ് കോറിഡോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഇൻ എ സീരിയസ് കൺസേൺ ഫോർ ദ ഐഎസ് ഓഫ് ഇന്ത്യ. കുറേ പീപ്പിൾ ഇതിനെ അസോസിയേറ്റഡ് ചെയ്തിട്ടുണ്ട് ഈ മൂവ്മെൻറ്റുമായിട്ട്. നെക്സ്റ്റ് പോയിന്റ്, വയലന്റ് കില്ലിംഗ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആർ ദ സീരിയസ് കൺസേൺ വിച്ച് ഹാഡ് ലെഡ് വിത്ത് വേരിയസ് എക്കണോമിക് ലോസ്. അപ്പോൾ വയലന്റ് കില്ലിങ്ങും പ്രോപ്പർട്ടി ഡാമേജും ആണ് സീരിയസ് കൺസേൺ. Next, recent developments. Trends on develop. In the year 2004, 3 outfits of Naxalism, namely, first one People's War Group, second one MCCI, third one Communist Party of India CPIM, that is Marxist Leninist. ഇതാണ് 3 ഗ്രൂപ്പ്സ്. ഫസ്റ്റ് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് മീൻസ് വിച്ച് ഈസ് യുണൈറ്റഡ് ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് യൂഷ്വലി കോൾഡ് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വാസ് ആൻ അണ്ടർഗ്രൗണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ. അത് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് മേർജ് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് 2004 ഫോം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഈസ് MCCI, മാർക്സിസം കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യൻ റീജിയൻ ഓഫ് ബീഹാർ ആൻഡ് ജാർഖണ്ഡ് റീജിയൻ. മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് was one of the largest 2 armed Maoist groups in India. അത് fused with the other, that is People's War Group in India 2004. എന്നിട്ടാണ് to form the Communist Party of India Maoist എന്ന് മാറിയത്. അത് founded in year 1975. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മേർജ് ചെയ്തത് 2004. അതിൻ്റെ ഐഡിയോളജി മാർക്സിസം ലെനിനിസം മാവോയിസം എന്നാണ്. Next, Communist Party of India CPIM, Marxist Leninists joined together to form CPI. അതൊരു കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. One of the national parties of India. The party emerged from a split from Communist Party of India in 1964. അപ്പോൾ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്തിട്ട് എമർജ് ചെയ്തൊരു പാർട്ടിയാണത്. The CPI was formed in Calcutta from 31st October to 7th November 1964. And CPI Maoist in 2005 was banned in the state of Andhra Pradesh, and later in 2006 CPI Maoist was banned in Chhattisgarh. അപ്പോൾ 2005 ആന്ധ്രാപ്രദേശിൽ ബാൻ ചെയ്തു, 2006 ഛത്തീസ്ഗഡിൽ ബാൻ ചെയ്തു. CM of West Bengal Buddhadev Bhattacharya made a resolution to combat CPI Maoist in an effective manner. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ CM ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു ഈ CPI മാവോയിസ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ ഒരു എഫക്റ്റീവ് മാനറിലായിട്ട്, which later in 2009 led to the banning of CPI Maoists the entire India under UAPA in 1967. So after effect ആയിട്ട് CPI entire ഇന്ത്യയിൽ ബാൻ ചെയ്തു under UAPA in 1967. UAPAയുടെ ഫുൾ ഫോം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ്. അതൊരു ഇന്ത്യൻ ലോ ആണ്, എയിംഡ് അറ്റ് എഫക്റ്റീവ് പ്രിവെൻഷൻ ഓഫ് അൺലോഫുൾ ആക്ടിവിറ്റീസ് അസോസിയേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അസോസിയേറ്റ് ആയിട്ടുള്ള അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എഫക്റ്റീവ് ലോ ആണ്, ഇന്ത്യൻ ലോ ആണ് UAPA എന്ന് പറയുന്നത്. ഓക്കെ, ലേറ്റർ ഇൻ 2013 there was an attack on the person Mahendra Karma. Salva Judum originated in 2005, located in Bastar, Chhattisgarh. They said that the CPIM is bad. സൽവ ജുദും എന്ന് പറയുന്നത് ഒരു മിലിറ്ററിയാണ്. അവർ മൊബിലൈസ് ചെയ്ത് ആൻഡ് പൊസിഷൻ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഇൻസർജൻസി, ഛത്തീസ്ഗഡിൽ ആൻറ്റി ഇൻസർജൻസി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്.
ഡിപ്ലോയിഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദെയർ എയിം ഈസ് അറ്റ് കൗണ്ടറിങ് നക്സലൈറ്റ് വയലൻസ് ഇൻ ദ റീജിയൻ. ആ മിലിറ്ററി എന്ന് പറയുന്നത് അവിടെ ലോക്കൽ ട്രൈബൽ യൂത്ത് ആയിരിക്കാം, അവർക്ക് സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ഫ്രം ദ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് സപ്പോർട്ടും ട്രെയിനിങ്ങും കിട്ടും. ആൻഡ് അവിടുത്തെ ലോക്കൽ ട്രൈബൽ യൂത്തിനാണ് ഇതൊക്കെ കിട്ടുക. അവരെയാണ് മിലിറ്ററി എന്ന് ഇവിടെ പറയുന്നത്. അവരുടെ ലീഡറാണ് മഹേന്ദ്ര കർമ്മ എന്ന് പറയും. അവരെയായിരുന്നു 2013 അറ്റാക്ക് ചെയ്തത്. ആൻഡ് ഓൾസോ അവർ പറഞ്ഞു CPIM ഈസ് ബാഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഫാക്ടേഴ്സ്: പുവർ ലാൻഡ് റിഫോംസ് ഓർ പുവർ അക്വിസിഷൻ പോളിസി. അപ്പോൾ നക്സലിസത്തിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ലാൻഡ് റിഫോംസ് ആൻഡ് പുവർ അക്വിസിഷൻ പോളിസി, പുവർ റീജിയണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് പോവേർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ക്ലാസ് ബേസ്ഡ് discrimination gradually transformed into caste-based discrimination, which led to turmoil, corruption in the various organs of the government. First class-based discrimination ഉണ്ടായിരുന്നു, അത് later grows into caste-based, and that led to corruption in various organs of the government. Use of police at instances more than required has resulted in large-scale opposition by Maoists. അപ്പോൾ യൂസ് ഓഫ് പോലീസ് ചില സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ യൂസ് ഓഫ് പോലീസ് വന്നിട്ട് കൂടുതലായിരുന്നു ദാൻ യൂഷ്വൽ. അപ്പോൾ ഇത് ലെഡ് ടു ദ opposition, large scale opposition by Maoist. Next is distorted development in Naxal affected area. Distorted development has not taken the very upper stage in the Naxal affected areas. Distorted development means it is a phenomenon. അത് സോഷ്യൽ വെൽഫെയർ അറേനയിലാണ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് ഗവൺമെൻറ്റിൻ്റെ അഴിമതി, കറപ്ഷൻ, കൈക്കൂലി, അതുപോലെ പക്ഷപാതം, ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആവശ്യങ്ങൾ വലിയ തോതിൽ അവഗണിക്കപ്പെടുക എന്നിവയിലൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട്. എക്സാക്ട് മലയാളം വേർഡ് ഡിസ്റ്റോർട്ടഡ് ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ വികലമായ വികസനം, നക്സൽ അഫക്റ്റഡ് ഏരിയയിലുള്ള വികലമായ വികസനം. അപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് ഡെവലപ്മെൻറ്റ് നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ഒരു അപ്പർ സ്റ്റേജിൽ തന്നെ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആബ്സെൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ലെഡ് മെയിൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഈവൺ ടിൽ നൗ ദേ ഫോളോ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഓർ കളക്ഷൻ ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് and a disheartening fact, they are unaware of modern day agricultural practice. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് കുറവായ കാരണം അല്ലെങ്കിൽ ഇല്ലാത്ത കാരണം മെയിൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇപ്പോഴും തന്നെ അവർ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. മോഡേൺ ഡേ അഗ്രികൾച്ചർ പ്രാക്ടീസസിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല, ബിക്കോസ് ലാക്ക് ഓഫ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇനി ഫോൾട്ടി മിനറൽ പോളിസീസിനെ കുറിച്ച് പറയാനുണ്ട്. ഇനി നേരത്തെ സെൽവജുഡുമിൻ്റെ ഹെഡ് മഹേന്ദ്ര കർമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതോടെ അവസാനിക്കുകയാണ്. അപ് ടു ഡിസ്റ്റോർട്ടഡ് ഡെവലപ്മെൻറ്റ് ഇൻ നക്സൽ അഫക്റ്റഡ് ഏരിയാസ്. ഈ ടോപ്പിക് അവിടെ അവസാനിക്കുന്നില്ല. വിൽ കണ്ടിന്യൂ ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.